തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുന്നതിലേക്ക്. തോമസ് ഐസക്കാണ് മണ്ടത്തരം എന്ന് വിളിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, അന്നും ഇന്നും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷാംഗമായിരുന്ന VD സതീശൻ എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു? BJP അധികാരത്തിൽ വന്ന ശേഷം എണ്ണയുടെ വില, ക്രൂഡ് ഓയിലിൻ്റെ വില തുടർച്ചയായിട്ട് കുറഞ്ഞു. കോവിഡ് കാലത്ത് നെല്ലിപ്പടിയിലെത്തി. അതിൻ്റെ ഇളവ് പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി BJP നികുതി വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെ എണ്ണയുടെ വില വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടിലെ പെട്രോളിൻ്റെ വില ഉയർത്തി. അപ്പോഴാണ് VD സതീശൻ അന്ന് ചോദിച്ചത്, നിങ്ങൾ നികുതി കുറക്കുമോ? അപ്പോഴാണ് ഞാൻ പറഞ്ഞ മണ്ടത്തരം ചെയ്യില്ല. കേന്ദ്ര സർക്കാർ നികുതി കൂട്ടിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല, അവരുടെ നികുതി കുറയ്ക്കാതെ മണ്ടത്തരമാണ്. ഇന്നങ്ങനെയല്ല. എണ്ണയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ അവർ ചുമത്തിയ അധിക നികുതിയിൽ ഒരു ഭാഗം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് 100 രൂപയുണ്ടായിരുന്ന പെട്രോളിൻ്റെ വില 115 5 രൂപ കൂടി വർദ്ധിപ്പിക്കണമെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത്. പെട്രോളിൻ്റെ വില 120 ആവാൻ പോവുകയാണ്. അതിൻ്റെ ഫലമായിട്ട് 2000 കോടി രൂപയെങ്കിലും സംസ്ഥാന സർക്കാരിന് അധിക വരുമാനം ഉണ്ടാവുമ്പോൾ മുഴുവൻ വേണ്ട, അതിൻ്റെ ഒരു ഭാഗമെങ്കിലും ജനങ്ങൾക്ക് എളുപ്പമായി നൽകിക്കൂടെ? അത് മണ്ടത്തരമല്ല മുഖ്യമന്ത്രി, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓൾറൈറ്റ്, ഇതൊന്ന് ധവളപത്രം ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നാണ്. എനിക്കതിനോട് തർക്കമില്ലെന്നു. കേരളം മാത്രമല്ല, സംസ്ഥാനങ്ങളെല്ലാം പ്രതിസന്ധിയിലാണ്. കേരളത്തിലെ സാമ്പത്തിക നിലയും ഇന്ധനകാര്യ നിലയും ഗൗരവമായിട്ടുള്ള അവസ്ഥയിലാണ്.